സർക്കാർ സ്കൂളിലെ പ്രഥമ അധ്യാപിക അടക്കം 5 പേർക്ക് സസ്പെൻഷൻ. തസ്തിക നിലനിർത്താൻ വ്യാജമായി കുട്ടികളെ ഉൾപ്പെടുത്തി തസ്തിക നിർണയം നടത്തിയതിന് പ്രഥമ അധ്യാപിക അടക്കം 5 അധ്യാപകർക്ക് സസ്പെൻഷൻ. അടൂർ ചൂരക്കോട് ഗവൺമെന്റ് LPSലെ പ്രധാന അധ്യാപിക MD ശ്രീകല, LPSTമാരായ A രാധിക, BN സൂഫിയ, S അജിതകുമാരി, വിഷ്ണുരാജ് എന്നിവരെയാണ് പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. സ്കൂളിലെ തസ്തിക നഷ്ടപ്പെടാതിരിക്കാനായി മറ്റു ക്ലാസുകളിൽ നിന്ന് 1ാം ക്ലാസ്സിലടക്കം കുട്ടികളെ വ്യാജമായി ചേർത്തെന്നാണ് കണ്ടെത്തൽ. സ്കൂളുകളിൽ ക്രമക്കേട് നടക്കുന്നെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒരു അധ്യാപിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2026 മാർച്ച് 27, 31 തീയതികളിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പുതുപ്പള്ളിയിലെ EVMൽ ആശങ്കയുണ്ടെന്ന് ചാണ്ടിയുമ്മൻ. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും CCTV ക്യാമറകൾ കൃത്യമായി പ്രവർത്തിച്ചില്ലെന്നും ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ട്രോങ് റൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതിനെ തുടർന്ന് പരാതിപ്പെട്ടിരുന്നു. പരാതിപ്പെട്ടതിനു ശേഷം നടപടിയുണ്ടായി. പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെച്ചിരിക്കുന്നത് ഒരേ ഹാളിലാണെന്നും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും ചാണ്ടിയുമ്മൻ അറിയിച്ചു. കൂടുതൽ കാര്യങ്ങൾ ഫലം വന്ന ശേഷം വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷാവിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീൽ തള്ളി സുപ്രീം കോടതി. ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ജസ്റ്റിസ് ദീപാങ്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ആന്റണി രാജു ഹൈക്കോടതിയിലെത്തിയിരുന്നു. ഹൈക്കോടതി ആവശ്യം തള്ളിയത് ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നില്ല. ആന്റണി രാജു 2ാം പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ 3 വർഷം തടവിനാണ് നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത്. കൊല്ലത്ത് വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച. ജില്ലാശുപത്രിക്ക് സമീപമുള്ള സ്റ്റെയിൻലെസ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൽ നിന്നും 23 ലക്ഷം രൂപയാണ് കവർന്നത്. 20 ലക്ഷം ലോക്കറിൽ നിന്നും 3 ലക്ഷം രൂപ ബില്ലിംഗ് ഡ്രോയിൽ നിന്നുമാണ് മോഷ്ടിച്ചത്. ഇന്നലെ പുലർച്ചെയായിരുന്നു 2 അംഗ സംഘം കവർച്ച നടത്തിയത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ മൊത്തവ്യാപാര സ്ഥാപനത്തിലാണ് കവർച്ച. ഞായറാഴ്ച പുലർച്ചെ 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണ് കവർച്ച നടന്നതെന്നാണ് നിഗമനം. മോഷ്ടാക്കൾ മുഖം മറച്ചിരുന്നു. PPE കിറ്റിന് സമാനമായ വസ്തു കൊണ്ട് ശരീരവും മറച്ചിരുന്നു. വിദഗ്ധമായി നടത്തിയ കവർച്ചയായതിനാൽ പ്രൊഫഷണൽ മോഷണ സംഘമാകാൻ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് വിലയിരുത്തൽ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. ഇന്നലെ ഒരാൾ കൂടി മരണപ്പെട്ടിരുന്നു. എടപ്പാൾ സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് അന്തരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. നേരത്തെ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് കരാറുകാരനായിരുന്ന മുണ്ടത്തിക്കോട് സതീശനും ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരുന്നു.